ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ടേ. ഇന്നൊരു വീട്ടിൽ പണി കഴിഞ്ഞിട്ട് നമ്മൾ പോകാണ്ട് നോക്കുമ്പോൾ ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം മോളേന്ന് വിളിച്ചു. അപ്പോൾ പറഞ്ഞു മോളല്ല മോനാന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്നാ തോന്നുന്നേ, ഇത് മോളെ പോലെ തോന്നില്ലേ? പക്ഷെ ഇത് മോളല്ല കേട്ടാ, ഇത് മോണാന്ന്, ആൺകുട്ടിയാന്ന്. നിന്റെ പേരെന്നാ? അമർനാഥ് എന്നാ പേര്. അപ്പോൾ മുടിയെല്ലാം വെച്ച് ശരിക്കും ഒറിജിനൽ പെണ്ണെന്നെ കേട്ടോ. എൻ്റെ ആ മോനെ സംഭവമൊക്കെ ആ മുഖത്തിൻ്റെ ഷേപ്പും എല്ലാം ഒറിജിനൽ പെണ്ണെന്നെ. അത്ര പഠിക്കുന്നേ? ഇന്നൊന്ന് എക്സാമാ? എക്സാം ആയിട്ട് പോകുമ്പോൾ തൊട്ടപ്പുറം വീട്. അപ്പോൾ ഞാൻ ഈ വീട്ടിലെ പണിയെടുക്കുന്നത്. ഈ പണി കഴിഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ പൊതുവെ എനിക്ക് പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞു പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മോളെ അടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ നല്ല മോനാന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് നീ എന്നാ മുടി ഞാൻ വളർത്തുന്നേ? ഡൊണേഷൻ ചെയ്യാനാ? ഓ, മുടി വളർത്തുന്ന ക്യാൻസർ രോഗികൾക്ക് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചാൾ മുമ്പ് ഞാൻ കൊടുത്തിന്. അപ്പോൾ അതേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാവുമല്ലോ. എന്നിട്ട് ഒരിക്കൽ കൊടുത്താൽ പിന്നെ സാധാ പോലെ ഇതാക്കുവാ മുടി? എപ്പോഴും മുടി ഇങ്ങനെ വളർത്തി കൊടുക്കുവാ? ഇത് എത്രയായി വളർത്താൻ വേണ്ടിയിട്ട്? കുറേ ആയാ? നല്ല അടിപൊളി മുടിയാട്ടോ. നോക്കിയാ എന്നാ നല്ല നിങ്ങൾ ആയില്ലേ? നിങ്ങൾ ഏകദേശം ആയിട്ടുണ്ടാവില്ലേ? 12 ഇഞ്ചെല്ലാം ഉണ്ടേ? ആയിട്ടുണ്ടാവില്ല? 15 അപ്പോൾ ഇനി അടിയ മുട്ടയടിച്ച് കൊടുക്കും അല്ലേ? എനിക്കന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ കാരണം എന്നാ? വീട്ടിൽ നിന്ന് ആർക്കും പറഞ്ഞിട്ടാ? ആര് പറഞ്ഞേ? അച്ഛനാ? അച്ഛൻ പറഞ്ഞാ? നിനക്ക് അങ്ങനെ ആഗ്രഹം ഒന്നും ഉണ്ടായിട്ടില്ല? അപ്പൊ എന്താ നല്ലൊരു ആഗ്രഹം തന്നെ കേട്ടോ. ഞാനും കുറച്ച് നാൾ മുമ്പ് കൊടുത്തു. ഒരു കൊല്ലം മുമ്പ് ഞാനിതുപോലെ മുടി എനിക്ക് ഇത്ര പോലെ ഉണ്ടായിരുന്നു, 12 ഇഞ്ച്. എനിക്ക് കൊടുത്തു. നമ്മളൊരു ആഗ്രഹമാണപ്പ. പക്ഷേ ഞാൻ അടിയെ മുട്ടയടിച്ചിട്ട് നിൽക്കണം കുറച്ചാള്. കുഴപ്പമൊന്നുമില്ലല്ലോ. സ്കൂൾ കൂട്ടിയപ്പോൾ മുടി മുറിച്ചോ? എപ്പാണ് സ്കൂൾ കൂട്ടുന്നേ? കൂട്ടാ ഇന്ന് കൂട്ടിയാ? ഇന്നാ? ഒറിജിനൽ പെണ്ണെന്നെ കേട്ടോ. നോക്കിയാട്ടെ. എന്നാ എല്ലാവരും നീ ഒരു താറ്റ പറ. നോക്കാം. അപ്പോൾ ശരി കേട്ടാ, അടുത്ത വീഡിയോയിൽ കാണാം.